ന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ആ മഹാന്മാരെ അനുസ്മരിക്കുന്ന മാസമാണ് ദുൽഹജ്ജ് മാസം. അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട മാസമാണ് ദുൽഹജ്ജ് മാസം. ആ ദുൽഹജ്ജ് മാസത്തിന്റെ പ്രഭാതത്തിന് പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ, സദാ ദുൽഹജ്ജിന്റെ പ്രഭാതത്തെ തന്നെ സാക്ഷി, ദുൽഹജ്ജിന്റെ പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, ദുൽഹജ്ജിന്റെ 10 രാത്രികൾ തന്നെയാണ് സത്യം. ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 രാത്രികൾ അത് വലിയ ബഹുമാനമുള്ള രാത്രികളായതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അതിനെ മുൻനിർത്തി, അതിനെ സാക്ഷിയാക്കി, അതിനെ മുൻനിർത്തി സത്യം ചെയ്യുകയാണ്. വലയാലിൻ അശ്ർ, 10 രാത്രികൾ, ദുൽഹജ്ജിന്റെ 10 രാത്രികളെ തന്നെയാണ് സത്യം. പിന്നെയും അല്ലാഹു പറയാണ്, സുഹൃത്തുക്കളെ, വൽ ഫജ്രി വലയാലിൻ അശ്ർ വസ്സഫഇ വൽ വത്രി വല്ലൈലി ഇദാ യസ്ർ, വസ്സഫഇ വൽ വത്രി വല്ലൈലി ഇദാ യസ്ർ. ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിനമാണ്. അത് ഇരട്ടയാണ്. ഒറ്റ ഇരട്ട, 1 ഒറ്റയാണ്, 2 ഇരട്ടയാണ്, 3 ഒറ്റയാണ്, 4 ഇരട്ടയാണ്. ഇങ്ങനെ പോയാൽ ദുൽഹജ്ജ് 9 ഒറ്റയാണ്. ആ ദുൽഹജ്ജ് 9 കൊണ്ട് അല്ലാഹ് സത്യം ചെയ്യുകയാണ്. ദുൽഹജ്ജ് 10 കൊണ്ടും സത്യം ചെയ്യുകയാണ്. വസ്സഫീ വൽ വത്ർ, അതേ ദുൽഹജ്ജ് 9 ഒറ്റ തന്നെയാണ് സത്യം. വസ്സഫീ, ദുൽഹജ്ജ് 10 തന്നെയാണ് സത്യം, അഥവാ ബലി പെരുന്നാൾ ദിവസം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ, അതേ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജിന് പോയ ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് ദുൽഹജ്ജ് 9. ഹജ്ജിന്റെ ഏകദേശ കർമ്മങ്ങളും ചെയ്യേണ്ട ദിനമാണ് ദുൽഹജ്ജ് 10 ദിനമെങ്കിൽ ആ ദിനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുസ്ദലിഫയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു രാത്രിയുണ്ടല്ലോ, ആ രാത്രിയെക്കുറിച്ച് അല്ലാഹു പറയുന്നു വല്ലൈലി ഇദാ യസ്ർ. അറഫയിൽ നിന്ന് മക്കാ ശരീഫിന്റെ ഭാഗത്തേക്ക് ജനങ്ങൾ നടന്നു വരുന്ന, അല്ലെങ്കിൽ യാത്ര ചെയ്തു വരുന്ന മുസ്ദലിഫയുടെ രാത്രി തന്നെയാണ് സത്യം. ഈ ആയത്തിന് പല തഫ്സീറുകളും മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ധാരാളം തഫ്സീറുകൾ ഉദ്ധരിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ സത്യം ചെയ്തുകൊണ്ട് റബ്ബ് ചോദിക്കുന്നു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്താശക്തിയുള്ള ആളുകൾക്ക് ഈ സത്യത്തിൽ തെളിവില്ലയോ? ഈ സത്യത്തിൽ അവർക്ക് പലതും പഠിക്കാനില്ലയോ? പാഠം പഠിക്കാനില്ലയോ? ആരാണ് ഈ ദിവസങ്ങളെയും രാത്രികളെയും സമയങ്ങളെയും മുൻനിർത്തി സത്യം ചെയ്തതാരാണ്? എല്ലാ ദിവസങ്ങളെയും സമയങ്ങളെയും എല്ലാ ഗോളങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചു വരുന്ന റബ്ബ് ഈ ദിവസങ്ങളെയും രാത്രികളെയും സമയങ്ങളെയും മുൻനിർത്തി സത്യം ചെയ്യുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് അതിൽ പാഠമില്ലേ? മനസ്സിലാക്കാനില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സ് ലോകസത്താവായ അല്ലാഹുവിലേക്ക് തിരിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വളരെ മഹത്വമേറിയ രാത്രിയിലാണ് നാം, സമയത്തിലാണ് നാം, ദിവസങ്ങളിലാണ് നാം, മാസത്തിലാണ് നാം. അതിന്റെ പുറമെ ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ ദിനങ്ങൾ മുഹറം 1 മുതൽക്ക് എണ്ണിത്തുടങ്ങിയ ഒരു വർഷം, ആ വർഷത്തിന്റെ സമാപനം കുറിക്കുന്ന മാസമാണിത്. ഈ ഒരു വർഷത്തിൽ ജീവിതത്തിൽ എന്തൊക്കെ അപാകതകൾ വന്നുപോയോ, തെറ്റുകൾ സംഭവിച്ചു പോയോ, അത് മുഴുവനും കഴുകി വൃത്തിയാക്കി
അവസാനം നന്നാക്കി റബ്ബിന്റെ മുന്നിലേക്ക് നമ്മുടെ ഈ വർഷത്തിന്റെ പരിസമാപ്തി നന്നാക്കേണ്ട മാസമാണിത്. നല്ല സൽക്കർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസം, അനുയോജ്യമായ ദിവസം. ഇതിന്റെ പുറമേ ഞാൻ നേരത്തെ വസ്സഫി വൽ വത്തിരി എന്നതിന് ഒരു തഫ്സീർ പറഞ്ഞല്ലോ. വേറെ ഒരു തഫ്സീർ ഇമാം റാസി ഉദ്ധരിച്ചത് കാണാം. വസ്സഫി ദുൽഹജ്ജ് 11-12 ദിനങ്ങളെ തന്നെയാണ് സത്യം. വൽ വത്തിരി ദുൽഹജ്ജ് 13 തന്നെയാണ് സത്യം. അങ്ങനെയും അതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അയ്യാമുത്ത് തശ്രീഖിന്റെ 3 രാത്രികൾ വളരെ പുണ്യമുള്ള രാത്രികളാണ്. ദിനങ്ങൾ വളരെ പുണ്യമുള്ള ദിനങ്ങളാണ്. ഈ മഹത്തായ ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മികളായി ജീവിതത്തിൽ വന്ന അപാകതകൾ പൊറുപ്പിച്ച് നല്ലവരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ,